എല്ലാവർക്കും +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ചാപ്റ്റർ 2 കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം എന്നതാണ്. നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ എന്താണെന്നല്ലേ. ആ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. അതിനു മുന്നേ നമുക്ക് നോക്കാം എന്താണ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന്. കമ്പ്യൂട്ടർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഫാസ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ആക്സെപ്റ്റ്സ് ഡാറ്റ, പ്രോസസ്സസ് ഇറ്റ് ആസ് പെർ സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊഡ്യൂസസ് ഇൻഫോർമേഷൻ ആസ് ഔട്ട്പുട്ട്. ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫാസ്റ്റ് ഇലക്ട്രോണിക് ഡിവൈസ്. ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസാണ്. വളരെ ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് കമ്പ്യൂട്ടർ. അതിൻ്റെ പ്രത്യേകത, അത് ഡേറ്റേനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് ഡേറ്റേനെ സ്വീകരിക്കുന്നു. നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് ആ ഡേറ്റേനെ പ്രോസസ്സ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഇൻഫോർമേഷൻ ഔട്ട്പുട്ടായി ലഭിക്കുന്നു. ഇതാണ് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടറിന് 2 മേജർ കമ്പോണൻസ് ഉണ്ട്, ഹാർഡ്വെയർ ആൻഡ് സെക്കൻഡ് സോഫ്റ്റ്വെയർ. എന്താണ് ഹാർഡ്വെയർ? ഹാർഡ്വെയർ റിഫേഴ്സ് ടു ഓൾ ഫിസിക്കൽ കമ്പോണൻസ് അസോസിയേറ്റഡ് വിത്ത് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഹാർഡ്വെയർ എന്ന് പറയുന്നത് എല്ലാ ഫിസിക്കൽ കമ്പോണൻസും, കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ഫിസിക്കൽ കമ്പോണൻസ് അല്ലെങ്കിൽ ടാഞ്ചിബിൾ കമ്പോണൻസിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഹാർഡ്വെയർ. നമുക്കത് തൊടാനായിട്ട് സാധിക്കും. അതേസമയം സോഫ്റ്റ്വെയർ എന്താണ്? സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ ഹാർഡ്വെയർ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻസ്ട്രക്ഷൻസ്? ഹാർഡ്വെയറിനെ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, കമ്പ്യൂട്ടറിൻ്റെ കയ്യിലുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് സോഫ്റ്റ്വെയർ. നമുക്ക് ഈ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹാർഡ്വെയർ ആണ് ആദ്യത്തെ ടോപ്പിക്. അതിൽ പ്രോസസ്സർ എന്താണെന്നും മദർ ബോർഡ് എന്താണെന്നും പെരിഫറൽസ് ആൻഡ് പോർട്സ് എന്താണെന്നും മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കാണുന്നതായിരിക്കും. അതിനുശേഷം ഈ വേസ്റ്റ്, ഇലക്ട്രോണിക് വേസ്റ്റ് എന്താണെന്നും അതിൻ്റെ ഡിസ്പോസൽ എങ്ങനെയാണെന്നും എല്ലാം നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം ഗ്രീൻ കമ്പ്യൂട്ടിംഗ് കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കും. അതിനുശേഷം സോഫ്റ്റ്വെയർ, സോഫ്റ്റ്വെയറിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ്, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതുപോലെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ കുറിച്ചെല്ലാം നമ്മൾ കാണുന്നതായിരിക്കും. അതിനുശേഷം ഫ്രീ ആൻഡ് ഷെയർവെയർ സോഫ്റ്റ്വെയറിനെ കുറിച്ചും, അതിനുശേഷം ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയറിനെ കുറിച്ച് നമ്മൾ നോക്കുന്നതായിരിക്കും. നമുക്കാദ്യം ഹാർഡ്വെയർ എന്താണെന്ന് നോക്കാം. ഹാർഡ്വെയർ ഈസ് ദ ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ വിച്ച് കൺസിസ്റ്റ് ഓഫ് സം ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പോണൻസ്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ടാഞ്ചിബിൾ അതുപോലെ വിസിബിൾ പാർട്സ് ആണ്. നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ളതും കാണാൻ പറ്റുന്നതും ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതിൽ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പോണൻസും ഉൾപ്പെടുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. അതിൽ വരുന്ന എല്ലാ കമ്പോണൻസും ഹാർഡ്വെയർ പോർഷനിൽ പെട്ടതാണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഹാർഡ്വെയർ ആയിട്ട് വരുന്നത് നോക്കാം. ആദ്യം പ്രോസസ്സേഴ്സ്. ഫസ്റ്റ് വൺ പ്രോസസ്സേഴ്സ്, സെക്കൻഡ് മദർ ബോർഡ്, തേർഡ് പെരിഫറൽ ആൻഡ് പോർട്സ്, ഫോർത്ത് മെമ്മറി ആൻഡ് ഫിഫ്ത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. പ്രോസസ്സേഴ്സ്. Central Processing Unit or CPU is responsible for all computing and decision-making operations
and coordinates the working of a computer. പ്രോസസ്സേഴ്സിനെ നമ്മൾ പറയുന്നതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെങ്കിൽ പ്രോസസ്സറാണ് എല്ലാ കമ്പ്യൂട്ടേഷണൽ ഓപ്പറേഷൻസും അതുപോലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത്. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ജോലികളും കോർഡിനേറ്റ് ചെയ്യുന്നതും പ്രോസസ്സറാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് മൈക്രോ പ്രോസസ്സർ. മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നതും പ്രോസസ്സർ തന്നെയാണ്. എക്സാമ്പിൾസ് ഇന്റൽ കോർ i3, കോർ i5, കോർ i7, AMD ക്വാഡ് കോർ, ഇതെല്ലാം പ്രോസസ്സേഴ്സിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. CPU എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കേജാണ്. അതായത് ധാരാളം ട്രാൻസിസ്റ്റേഴ്സും അതുപോലെ ബാക്കിയുള്ള കമ്പോണൻസ് എല്ലാം ഒരു സിംഗിൾ സിലിക്കോൺ ചിപ്പിലെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കേജാണ് CPU. ആണ് CPU സോക്കറ്റ്. ഈ സോക്കറ്റിലാണ് നമ്മൾ പ്രോസസ്സർ അതോ CPU ഫിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടിരുന്നു എന്താണ് രജിസ്റ്റേഴ്സ് എന്നുള്ളത്. ആ രജിസ്റ്റേഴ്സ് എല്ലാം CPUവിനകത്താണുള്ളത്. രജിസ്റ്റേഴ്സ് ആർ സ്റ്റോറേജ് ലൊക്കേഷൻസ് ഇൻസൈഡ് CPU. The important registers inside a CPU are first accumulator and second memory address register or MAR, third memory buffer register MBR, and fourth instruction register IR, and last program counter or PC. ഈ 5 രജിസ്റ്റേഴ്സ് ആണ് CPUവിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് എന്ന് നമുക്ക് പറയാം. അതിൽ എന്താണ് അക്യുമുലേറ്റർ? ദ അക്യുമുലേറ്റർ ഈസ് എ പാർട്ട് ഓഫ് ദ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഓർ ALU. അക്യുമുലേറ്റർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ ഒരു ഭാഗമാണ്. ദിസ് രജിസ്റ്റർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ടു പെർഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ. അരിത്തമെറ്റിക് അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻ എല്ലാം ചെയ്യാനായിട്ടുള്ള ഡാറ്റ ഇതിനകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഓർ MAR. ഇറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ടു വിച്ച് ഡാറ്റ ഈസ് ഐദർ ടു ബി റീഡ് ഓർ റിട്ടേൺ ബൈ ദ പ്രോസസ്സർ. പ്രോസസ്സർ ഏത് മെമ്മറി ലൊക്കേഷനിൽ നിന്നാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത് അതുപോലെ ഇതിലേക്കാണോ റൈറ്റ് ചെയ്യുന്നത്, ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് MAR. അടുത്തത് മെമ്മറി ബഫർ രജിസ്റ്റർ ഓർ MBR. ഇറ്റ് ഹോൾഡ്സ് ദി ഡാറ്റ ഐദർ ടു ബി റിട്ടേൺ ഓർ ടു റെഡ് ഫ്രം ദ മെമ്മറി ബൈ ദ പ്രോസസ്സർ. ഇതിൽ പ്രോസസ്സർ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക, ആ ഡാറ്റയെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന രജിസ്റ്ററാണ് MBR. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IR. The instructions to be executed by the processor are stored in the instruction register. പ്രോസസ്സറിന് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ആ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന രജിസ്റ്ററാണ് IR. നെക്സ്റ്റ് പ്രോഗ്രാം കൗണ്ടർ ഓർ PC. It holds the address of the next instruction to be executed by the processor. പ്രോസസ്സറിന് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന രജിസ്റ്ററാണ് PC. നെക്സ്റ്റ് മദർബോർഡ്. എ മദർബോർഡ് is a large printed circuit board or PCB to which all the major components including processor are integrated. മദർബോർഡ് എന്ന് പറയുന്നത് ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ്. ഈ കാണുന്നതാണ് മദർബോർഡ്. ഇതിനകത്ത് ധാരാളം കമ്പോണൻസ് ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രോസസ്സർ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. പ്രോസസ്സറും അതുപോലെ തന്നെ പല കമ്പോണൻസും റാം എല്ലാം നമുക്ക് ഇവിടെയാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. ഈ പോർട്ട് പെരിഫറൽസ് ആർ ഡിവൈസസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ടു എൻഹാൻസ് ഇറ്റ്സ് ക്യാപ്പബിലിറ്റീസ്. പെരിഫറൽസ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ക്യാപ്പബിലിറ്റീസ് എല്ലാം ഇംപ്രൂവ് ചെയ്യിക്കുന്ന ഡിവൈസസ് ആണ്. നമുക്ക് നോക്കാം അതേതൊക്കെയാണ്. ഇൻപുട്ട് ഡിവൈസസ്, അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസസ്, എക്സ്റ്റേണൽ സ്റ്റോറേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്.
നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് ആയിട്ട് പറയും കീബോർഡ്, മൗസ്, ഇതെല്ലാം എന്താണ് പെരിഫറൽസ് ആണ്. അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസസ് ആയ സ്പീക്കർ, പ്രിന്റർ, ഇതെല്ലാം പെരിഫറൽസ് ആണ്. അപ്പോൾ ഇവരുടെ എല്ലാം ജോലി എന്ന് പറയുന്നത് എന്താ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യിക്കുക എന്നതാണ്. ഇനി ഈ ഡിവൈസസ് എല്ലാം കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്നത് മദർ ബോർഡിലെ പോർട്സ് വഴിയാണ്, പോർട്ടുകൾ. ഈ കാണുന്നതാണ് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പോർട്സ്. ഇതിൽ ആദ്യം കാണുന്നത്, ഈ കളറിൽ കാണുന്നത് PS2 ആണ്. PS2 കീബോർഡ് കണക്ടർ ആണിത്. അതുപോലെ ഗ്രീൻ കളർ നമുക്ക് കാണാം PS2 മൗസ് കണക്ടർ. നമ്മുടെ മൗസ് കണക്ട് ചെയ്യാനായിട്ട് ഇവിടെയാണ് നമ്മൾ ഈ പോർട്ടിലാണ് കണക്ട് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന 2 USB പോർട്സ് ആണ്. നമ്മൾ പെൻ ഡ്രൈവോ അതുപോലെ മൗസിന്റെ ചിലതെല്ലാം USB ആണ്, അതെല്ലാം നമ്മൾ കണക്ട് ചെയ്യാം ഇതിനകത്ത്. അതുപോലെ കീബോർഡിന്റെയും USB ആണെങ്കിൽ USB പോർട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് കാണുന്നതാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട്. അതുപോലെ ഇത് പാരലൽ പോർട്ടാണ്, പ്രിന്റർ എല്ലാം കണക്ട് ചെയ്യാം. VGA പോർട്ട്, വീഡിയോ ഗ്രാഫിക് അറേ ആണ് VGA പോർട്ടാണിത്. അതുപോലെ ഇവിടെ നമുക്ക് ഓഡിയോ പോർട്സ് ഉണ്ട്, മൈക്രോഫോണും സ്പീക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം ഇവിടെ. അതുപോലെ നെറ്റ്വർക്ക് ലൈൻ നമുക്കിവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും, ലാൻ പോർട്ടാണിത്. അപ്പോൾ മദർ ബോർഡിൽ നമ്മൾ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്സുകളാണ് വീഡിയോ ഗ്രാഫിക് അറേ VGA, അതുപോലെ IBM പേഴ്സണൽ സിസ്റ്റം ദാറ്റ് ഈസ് PS2 പോർട്ട്, SH യൂണിവേഴ്സൽ സീരിയൽ ബസ് ദാറ്റ് ഈസ് USB പോർട്ട്, അതുപോലെ ഇഥർനെറ്റ്, അതുപോലെ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് HDMI പോർട്ട് എക്സെട്ര. നമുക്ക് ആദ്യം കാണാം സീരിയൽ പോർട്ട്. സീരിയൽ പോർട്ട് ഓർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട് ട്രാൻസ്മിറ്റ്സ് ഡേറ്റ 1 bit അറ്റ് എ ടൈം. സീരിയൽ പോർട്ട് അല്ലെങ്കിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ടിൽ ഡേറ്റ ട്രാൻസ്മിഷൻ അറ്റ് എ ടൈം 1 bit ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എല്ലാം മൗസും അതുപോലെ മോഡം എല്ലാം ഈ ഒരു സീരിയൽ പോർട്ടിലാണ് കണക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി PS2 അതുപോലെ USB-യിലാണ് നമ്മൾ മൗസും കീബോർഡും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത്. ഇതാണ് സീരിയൽ പോർട്ടിന്റെ പിക്ചർ. നെക്സ്റ്റ്, പാരലൽ പോർട്ട്. പാരലൽ പോർട്സ് ക്യാൻ ട്രാൻസ്മിറ്റ് several bits of data simultaneously. പാരലൽ പോർട്ടിൽ അറ്റ് എ ടൈം ഒന്നിലധികം ബിറ്റ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതാണ് പാരലൽ പോർട്ടിന്റെ പിക്ചർ. ഇത് നമ്മൾ പ്രിന്ററും സ്കാനറൊക്കെ ഈ ഒരു പോർട്ടിലാണ് കണക്ട് ചെയ്യുക. അടുത്ത പോർട്ടാണ് USB. USB യൂണിവേഴ്സൽ സീരിയൽ ബസ് is a connection that provides high-speed data communication between devices. USB high-speed data communication ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പിക്ചറിൽ കാണുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് USB പോർട്സ്. നെക്സ്റ്റ്, ലാൻ പോർട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയും ഈഥർനെറ്റ് പോർട്ട് ഓർ നെറ്റ്വർക്ക് കണക്ഷൻ ആൻഡ് നെറ്റ്വർക്ക് പോർട്ട് ഓർ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ട് എന്നെല്ലാം ലാൻ പോർട്ടിനെ പറയുന്നതാണ്. ഈ കാണുന്നതാണ് ആ പോർട്ട്. ഇതാണ് RJ45. ഈ ഒരു കോഡാണ് നമ്മൾ ഈ ഒരു പോർട്ടിൽ കണക്ട് ചെയ്യുന്നത് നെറ്റ്വർക്ക് കണക്ഷന് വേണ്ടിയിട്ട്, ലാൻ കണക്ഷന് വേണ്ടിയിട്ട്. ഇത് PS2 പോർട്ട്. PS2 പോർട്ട് എന്ന് പറയും. കീബോർഡും മൗസൊക്കെ നമ്മൾ ഈ ഒരു പോർട്ടിലാണ് സാധാരണ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ USB-യിലും കണക്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ഓഡിയോ പോർട്സ്. Audio ports are used to connect audio devices like speakers, microphone, etc. ഇതാണ് ഓഡിയോ പോർട്ട്. നമ്മൾ മൈക്കെല്ലാം ഇവിടെ കണക്ട് ചെയ്യും, അതുപോലെ സ്പീക്കർ ഇവിടെ കണക്ട് ചെയ്യും, മൊബൈലിലെല്ലാം ഇവിടെ കണക്ട് ചെയ്യും. Then next, video graphic array port VGA. VGA is a popular display standard developed by IBM. The VGA port is used to connect a monitor or a projector to a computer.
ഒരു കമ്പ്യൂട്ടറായിട്ട് പ്രൊജക്ടറോ മോണിറ്ററോ കണക്ട് ചെയ്യാൻ നമ്മൾ VGA പോർട്ട് യൂസ് ചെയ്യുന്നു. ഇതാണ് VGA പോർട്ടിൻ്റെ പിക്ചർ. നെക്സ്റ്റ് HDMI, High Definition Multimedia Interface. It is a type of digital connection capable of transmitting high definition video and multi-channel audio over a single cable. ഇതാണ് HDMI പോർട്ടിൻ്റെ പിക്ചർ. നെക്സ്റ്റ് ടോപ്പിക് മെമ്മറി. എന്താണ് മെമ്മറി? മെമ്മറി ഈസ് എ പ്ലേസ് where we can store data, instructions and results temporarily or permanently. മെമ്മറി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അവിടെയാണ് നമ്മൾ ഡേറ്റ പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ സ്റ്റോർ ചെയ്യുന്നത്. ഡേറ്റ മാത്രമല്ല, ഇൻസ്ട്രക്ഷൻസും. ഈ മെമ്മറി നമ്മൾ 2 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി അതുപോലെ സെക്കൻഡറി മെമ്മറി എന്നീ 2 ഗ്രൂപ്പായിട്ട് മെമ്മറീനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രൈമറി മെമ്മറി ഹോൾഡ്സ് ഡേറ്റ, ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ഓൺഗോയിങ് ജോബ്സ് ടെമ്പററി. പ്രൈമറി മെമ്മറിയിൽ ടെമ്പററി ആയിട്ട് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ആ ഡാറ്റയോ ഇന്റർമീഡിയറ്റ് റിസൾട്ട്സോ അതോ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിൻ്റെ റിസൾട്ടോ ഒക്കെ ആയിരിക്കാം. എന്നാൽ സെക്കൻഡറി മെമ്മറി ഓൺ ദി അതർ ഹാൻഡ് ഹോൾഡ്സ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ പെർമനൻ്റ്ലി. സെക്കൻഡറി മെമ്മറിയിൽ നമ്മൾ ഡാറ്റ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്സ് നോക്കുകയാണ്. ഒരു ബിറ്റ്, അതാണ് ബൈനറി ഡിജിറ്റ്. 1 നിബിൾ എന്നുള്ളൊരു മെഷർമെൻ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് 4 ബിറ്റ്സ് ജോയിൻ ചെയ്താൽ 1 നിബിളായി. ദെൻ 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ്. 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 1024 ബൈറ്റ്സിനെയാണ് 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത്. 1 മെഗാ ബൈറ്റ് എന്ന് പറയുന്നത് 1024 കിലോ ബൈറ്റിനെയാണ്. 1 ജിഗാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 മെഗാബൈറ്റ്. 1 ടെറാബൈറ്റ് എന്ന് പറയുന്നത് 1024 ജിഗാബൈറ്റ്. 1 പെറ്റാബൈറ്റ് ഈസ് ഈക്വൽ ടു 1024 ടെറാബൈറ്റ്. ഇതാണ് മെമ്മറി യൂണിറ്റ്സിൻ്റെ മെഷർമെൻറ്റ്സ്. ഇത് നമുക്ക് എന്താണ് പ്രൈമറി സ്റ്റോറേജ് എന്ന് നോക്കാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രൈമറി മെമ്മറി ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി ദാറ്റ് ഈസ് ആക്സസ്ഡ് directly by the CPU. It is capable of sending and receiving data at high speed. പ്രൈമറി മെമ്മറിയിൽ നമുക്ക് ഡാറ്റ ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിരുന്നു. ഈ മെമ്മറി ഒരു സെമി കണ്ടക്ടർ മെമ്മറിയാണ്. ആ സെമി കണ്ടക്ടർ മെമ്മറിക്ക് സിപിയുവിന് ഡയറക്റ്റ് ആയിട്ട് ഈ സെമി കണ്ടക്ടർ മെമ്മറിയിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് capable of sending and receiving data at a high speed. ഈ മെമ്മറിയിൽ നിന്ന് ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വളരെ സ്പീഡിൽ ചെയ്യാവുന്നതാണ്. ഈ മെമ്മറി റാം, റോം ആൻഡ് ക്യാഷ് മെമ്മറി. ആദ്യം നമുക്ക് റാം എന്താന്ന് നോക്കാം. റാൻഡം ആക്സസ് മെമ്മറി, അതിനെയാണ് നമ്മൾ റാം എന്ന് പറയുന്നത്. റാം refers to the main memory that microprocessor can read from and write to. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. അതിലേക്ക് മൈക്രോപ്രോസസ്സറിൻ്റെ ഡാറ്റ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും സാധിക്കും. ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് റിട്രീവ്ഡ് അറ്റ് റാൻഡം ഫ്രം എനിവെയർ വിത്തിൻ ദ റാം. റാമിലേക്ക് സിപിയുവിന് എവിടെ വേണമെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതുപോലെ റിട്രീവ് ചെയ്യാനും റാൻഡം ഓർഡറിൽ സാധിക്കുന്നതാണ്. റാമിൻ്റെ പ്രത്യേകത, റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. റാമിൽ ഡാറ്റ ലോസ് ആവും കമ്പ്യൂട്ടറിൻ്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ. ദ കണ്ടൻസ് ഓഫ് റാം ആർ ലോസ്റ്റ് വെൻ പവർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. ദെർഫോർ റാം ഈസ് എ വോളറ്റൈൽ മെമ്മറി. റാമിൻ്റെ കണ്ടന്റ് നഷ്ടപ്പെടാണ് നമ്മൾ എപ്പോഴാണോ
കമ്പ്യൂട്ടറിൻ്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് അന്നേരം. അതുകൊണ്ട് തന്നെയാണ് റാം ഒരു വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. റാമിൻ്റെ കപ്പാസിറ്റി 2 GB ആൻഡ് എബോവ് ആണ്. 2 GB-യും അതിനേക്കാളും അധികമാണ് റാമിൻ്റെ കപ്പാസിറ്റി. ഈ കാണുന്നതാണ് റാമിൻ്റെ പിക്ചർ. RAM contains the following. First, the operating system software, the application software currently being used, and any data that is being processed. RAM ഒരു ടെമ്പററി മെമ്മറിയാന്ന് പറഞ്ഞു. അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഏതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? അത് റാമിനകത്ത് റണ്ണിങ് ആയിരിക്കും. അതുപോലെ ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കറൻ്റ്ലി ബീങ് യൂസ്ഡ്. ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റാമിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ എനി ഡാറ്റ ദാറ്റ് ഈസ് ബീങ് പ്രോസസ്ഡ്. ഏത് ഡാറ്റയാണോ ഇപ്പോൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഡാറ്റയും ഉണ്ടായിരിക്കും. മെമ്മറി, റാം മെമ്മറി നമ്മൾ മെഗാ ഹെർട്സ് ആയിട്ടാണ് റെഫർ ചെയ്യുന്നത്. ഓൺലി മെമ്മറി. ROM is a permanent memory that can perform only read operations and its contents cannot be easily altered. ROM എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് മെമ്മറിയാണ്. അതിലെ കണ്ടന്റ് നമുക്കൊരിക്കലും മാറ്റാനായിട്ട് സാധിക്കില്ല, ഈസി ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കില്ല. ROM is a non-volatile. The contents are retained even after the power is switched off. ROM ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. കാരണം ആ മെമ്മറിയിലെ കണ്ടന്റ് ഒരിക്കലും നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നില്ല. എന്തിനാണ് ഈ റോം യൂസ് ചെയ്യുന്നത്? റോമിനകത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, നോൺ ആസ് ബൂട്ടപ്പ് പ്രോഗ്രാം. അത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ബയോസ് എന്നാണ് പറയുക. ദിസ് സോഫ്റ്റ്വെയർ റൺസ് വെൻ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓൺ ഓർ ബൂട്ട്സ് അപ്പ്. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ പ്രോഗ്രാമാണ് ബയോസ്. കമ്പ്യൂട്ടർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആദ്യം റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ബൂട്ടപ്പ് പ്രോഗ്രാം. ഈ കാണുന്നതാണ് ഒരു റോം ചിപ്പ്. റോമിന് 3 ടൈപ്പ് മോഡിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് പ്രോഗ്രാമബിൾ റോം. ദെൻ സെക്കൻഡ് EEPROM, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. ഇതിൻ്റെ പ്രത്യേകത, ഇത് നമുക്ക് അൾട്രാ വയലറ്റ് റേഡിയേഷൻ യൂസ് ചെയ്ത് ആ റോമിനകത്തെ കണ്ടന്റ് മാച്ച് കളയാവുന്നതാണ്. അടുത്ത കാറ്റഗറിയാണ് EEPROM, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. ഇതിലെ കണ്ടന്റ് നമുക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാം. അതുപോലെ ഒരു പ്രോഗ്രാം അതിനകത്ത് റീറൈറ്റ് ചെയ്യാം. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് റാമിൻ്റെയും റോമിൻ്റെയും ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് റാമിൻ്റെ പ്രത്യേകത? റാം ഈസ് ഫാസ്റ്റർ ദാൻ റോം. റാം മെമ്മറി റോമിനേക്കാളും ഫാസ്റ്റർ മെമ്മറിയാണ്. അപ്പോൾ എന്താണ് റോം? ഇറ്റ് ഈസ് സ്ലോവർ മെമ്മറി. റാമിനെ കമ്പയർ ചെയ്യുമ്പോൾ റോം വളരെ സ്ലോ ആണ്. ദെൻ റാം സ്റ്റോർസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് ഫങ്ഷനിങ്. റാമിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ ഏത് പ്രോഗ്രാമാണോ അതുപോലെ ഏത് ഡാറ്റയാണോ ഇപ്പോൾ ഫങ്ഷനിങ് ഉള്ളത് അത് എല്ലാം ഉണ്ടായിരിക്കും റാമിനകത്ത്. Then ROM stores the program required to boot the computer initially. ആ സമയം റോമിനകത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും. ആ പ്രോഗ്രാം ബൂട്ട് പ്രോഗ്രാമാണ്, ബയോസ് ആണ്. ആ പ്രോഗ്രാമാണ് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം. ദെൻ റാം അലൗസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. റാമിനകത്ത് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതേസമയം റോം അലൗസ് റീഡിങ് ഓൺലി. റോമിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ദെൻ റാം ഈസ് എ വോളറ്റൈൽ, ദാറ്റ് ഈസ് ഇറ്റ്സ് കണ്ടന്റ്സ് ആർ ലോസ്റ്റ് വെൻ ദ ഡിവൈസ് ഈസ് പവേർഡ് ഓഫ്. റാം മെമ്മറി ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. അതിൻ്റെ കണ്ടന്റ് നഷ്ടപ്പെടും എപ്പോഴാണ് നമ്മൾ
പവർ ഓഫ് ചെയ്യുന്നത്. അതേസമയം റോം ഈസ് എ നോൺ വോളറ്റൈൽ, ദാറ്റ് ഈസ് ഇറ്റ്സ് കണ്ടൻസ് ആർ റിട്ടൈൻഡ് ഈവൻ വെൻ ദ ഡിവൈസ് ഈസ് പവേർഡ് ഓഫ്. റോമിൻ്റെ കണ്ടന്റ് എപ്പോഴും സ്ഥിരമായിട്ട് അതിനകത്തുണ്ടായിരിക്കും, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്താലും. ഇതാണ് റാമും റോമും തമ്മിലുള്ള. അടുത്തത് നമുക്ക് ക്യാഷ് മെമ്മറി എന്താന്ന് നോക്കാം. ക്യാഷ് മെമ്മറി ഈസ് എ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് റാം. റാമിൻ്റെയും അതുപോലെ പ്രോസസ്സറിൻ്റെയും ഇടയിലുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള, ആ സമയം സ്മോൾ ആയിട്ടുള്ളൊരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. Frequently accessed data, instructions, intermediate results, etc. are stored in the cache memory for quick access. Cache മെമ്മറിക്കകത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻസും ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സും അതുപോലെ ഡാറ്റയെല്ലാം വളരെ ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഡാറ്റ, അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ ജനറലി ക്യാഷ് മെമ്മറിക്കകത്ത് ഉണ്ടായിരിക്കുക. ക്യാഷ് മെമ്മറി ഈസ് ഫാസ്റ്റർ ദാൻ റാം. റാമിനേക്കാളും ഫാസ്റ്റർ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ റാം. സെക്കൻഡറി മെമ്മറി ഓർ ഓക്സിലറി മെമ്മറി. സെക്കൻഡറി മെമ്മറി ഈസ് ഓഫ് പെർമനന്റ് നേച്ചർ. Unlike contents of RAM, the data stored in this device doesn't vanish when power is turned off. സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഒരു പെർമനന്റ് മെമ്മറിയാണ്. റാമിലെ പോലെയല്ല. റാം എന്ന് പറഞ്ഞാൽ ടെമ്പററി മെമ്മറിയാണ്. അതിനകത്ത് ഡാറ്റ നമുക്ക് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതേസമയം സെക്കൻഡറി മെമ്മറിക്കകത്ത് നമുക്ക് ഡാറ്റ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. അതിനകത്തെ ഡാറ്റ ഒരിക്കലും വാനിഷ് ആവുന്നില്ല നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പവർ ടേൺ ഓഫ് ചെയ്യുമ്പോൾ. സെക്കൻഡറി മെമ്മറി ഈസ് മച്ച് ലാർജർ ഇൻ സൈസ് ദാൻ റാം. റാമിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡറി മെമ്മറിയുടെ സൈസ് വളരെ വലുതാണ്. അതേസമയം സ്ലോവർ ആണ് ഈ മെമ്മറി. സെക്കൻഡറി മെമ്മറി പല കാറ്റഗറീസ് ഉണ്ട്. മാഗ്നറ്റിക് ടൈപ്പ് ഉണ്ട്, അതുപോലെ ഓപ്റ്റിക്കൽ ആൻഡ് സെമികണ്ടക്ടർ മെമ്മറി. 3 ടൈപ്പ് കാറ്റഗറിയിൽ നമുക്ക് സെക്കൻഡറി മെമ്മറീനെ അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറീനെ കാണാം. അതിലൊന്നാണ് മാഗ്നറ്റിക്, അടുത്തതാണ് ഓപ്റ്റിക്കൽ മെമ്മറി, ദെൻ തേർഡാണ് സെമികണ്ടക്ടർ മെമ്മറി. നമുക്ക് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് എന്താന്ന് നോക്കാം. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് യൂസ് പ്ലാസ്റ്റിക് ടേപ്പ് ഓർ മെറ്റൽ ഓർ പ്ലാസ്റ്റിക് ഡിസ്ക് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസിൽ നമ്മൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽസ് കോട്ട് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് ഡിസ്കോ അല്ലെങ്കിൽ മെറ്റൽ ഡിസ്കോ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ടേപ്പ്, ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക് എന്നതാണ്. അതിലെന്താണ് മാഗ്നറ്റിക് ടേപ്പ് എന്ന് നമുക്ക് നോക്കാം. മാഗ്നറ്റിക് ടേപ്പ് ഈസ് എ ബാക്കപ്പ് ഡിവൈസ് that can store huge volume of data. Magnetic tape സാധാരണ huge amount of data നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ്. The cost per unit volume of magnetic tape is less compared to other magnetic storage devices. മറ്റ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ടേപ്പ് വളരെ ചീപ്പാണ്. ഇതാണ് ആ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, മാഗ്നറ്റിക് ടേപ്പിന്റെ പിക്ചർ. Then next, hard disk. The hard disk consists of metal disk coated with magnetic material concealed in dust-free containers. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് കുറെ മെറ്റൽ ഡിസ്ക്, മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുള്ള മെറ്റൽ ഡിസ്ക് ഒരു ഡസ്റ്റ് ഫ്രീ കണ്ടെയ്നറിൽ കൺസീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹാർഡ് ഡിസ്ക് ഹാവ് വെരി ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി, ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്സ് ആൻഡ് ലോ ആക്സസ് ടൈം. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് അതുപോലെ ലോ ആക്സസ് ടൈം ആണ്. അതിന് ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ്, അതേസമയം ലോ ആക്സസ് ടൈം ആണ് അത് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഹാർഡ് ഡിസ്കിൻ്റെ പിക്ചർ.
ഇതിൽ ഈ മെറ്റൽ ഡിസ്ക്, ഈ കാണുന്നത് റീറൈറ്റ് ഹെഡാണ്. ഓരോ ഹാർഡ് ഡിസ്കിനും ഒരു റീറൈറ്റ് ഹെഡ് ഉണ്ടായിരിക്കും. ഈ ഹാർഡ് ഡിസ്കിലെ ഓരോ ഡിസ്കിനെയും നമ്മൾ സെക്ടേഴ്സും ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഓൺ ദ സർഫസ് ഓഫ് എ പ്ലാറ്റർ ഇൻ സെക്ടേഴ്സ് ആൻഡ് ട്രാക്സ്. Tracks are concentric circles on a platter and a sector is a pie-sliced part of a disk platter as shown in the figure. ഇതിലെ ട്രാക്സ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. ഇതാണ് ട്രാക്സ്. സെക്ടർ എന്ന് പറയുന്നതോ ഈ ഒരു സ്ലൈസ് ആണ്. അപ്പം നമുക്കാണെങ്കിൽ ഈ ഒരു പോർഷനാണ് സെക്ടർ. നെക്സ്റ്റ് ടോപ്പിക്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ്. Optical disk is a data storage medium which uses low-powered laser beam to read from and write data into it. Optical disk എന്ന് പറയുന്നത് വേറൊരു സ്റ്റോറേജ് മീഡിയം തന്നെയാണ്. അതിൽ ലോ പവേർഡ് ലേസർ ബീം ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യുന്നതും ഡിസ്കിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നതും. ഇതിൽ സർക്കുലർ പ്ലേറ്റ്സ്, 2 സർക്കുലർ പ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ അലുമിനിയം ഫോയിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കും, സാൻഡ്വിച്ച് പോലെ. ഇതിൽ ഡാറ്റ റൈറ്റ് ചെയ്യുന്നത് പിറ്റ്സ് ആൻഡ് ലാൻസ് ഫോമിലായിരിക്കും. ഇതിൽ പിറ്റ്സ് ഡിനോട്ട് ചെയ്യുന്നത് സീറോസിനെയും ലാൻസ് ഡിനോട്ട് ചെയ്യുന്നത് വൺസിലും ആണ്. നമ്മൾ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസിൻ്റെ 3 കാറ്റഗറീസ് ആണ്. CD, അതുപോലെ DVD, അതുപോലെ ബ്ലൂറേ. നമുക്ക് നോക്കാം ആദ്യം CD എന്താണെന്ന്. കോമ്പാക്ട് ഡിസ്ക്, അതാണ് CD. Compact disk is an optical storage medium capable of storing up to 700 MB of data. Compact disk അഥവാ CD എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയം ആണ്. അതിൽ 700 MB ഡാറ്റയാണ് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഈ കോമ്പാക്ട് ഡിസ്ക് തന്നെ 2 ടൈപ്സിൽ നമുക്ക് കാണാം. CDR, CDRW. CDR എന്ന് പറയുന്നത് CD റെക്കോർഡബിൾ ആണ്. അതുപോലെ RW, CDRW എന്ന് പറയുന്നത് റീറൈറ്റബിൾ ടൈപ്പാണ്. ദെൻ നെക്സ്റ്റ്, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ഓർ DVD. Digital versatile disk is an optical storage media similar to CD-ROM but with a higher storage capacity. CD-ROM പോലെ തന്നെയാണ് ഈ DVDയും, ബട്ട് ഡിഫറൻസ് എന്താണെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി CD-ROMനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.37 GB മുതൽ 15.9 GB വരെയാണ്. നമുക്ക് 3 കാറ്റഗറിയിൽ DVD കാണുന്നതാണ്. DVD-ROM, DVD-RW, DVD-RAM. DVD-ROM എന്ന് പറയുന്നത് എന്താ? DVD റീഡ് ഓൺലി മെമ്മറി. ദെൻ DVD-RW എന്ന് പറയുന്നത് DVD റീറൈറ്റബിൾ ഡിസ്കിനെയാണ്. അതുപോലെ DVD-RAM എന്ന് പറയുന്നത് DVD റാൻഡം ആക്സസ് മെമ്മറിയെയാണ്. അടുത്ത ഒപ്റ്റിക്കൽ ഡിവൈസ് ആണ് ബ്ലൂറേ. ബ്ലൂറേ DVD. Blu-ray is an optical disc format developed to enable recording, rewriting and playback of high-definition video as well as storing huge amounts of data. Blu-ray നല്ല ഹൈ ഡെഫിനിഷൻ വീഡിയോ, ഇതിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ, സ്റ്റോറേജ് കപ്പാസിറ്റി ഹ്യൂജ് ആണ്. ധാരാളം ഏരിയ ഉണ്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട്. ഇതിൽ ബ്ലൂ ഓർ വയലറ്റ് റേസർ യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി സാധാരണ ഒരു സിംഗിൾ ലെയർ ഡിസ്ക് ആണെങ്കിൽ 25 GB-യും ഡ്യുവൽ ലെയർ ആണെങ്കിൽ 50 GB-യും ആണ് ബ്ലൂറേ DVDയുടെ കപ്പാസിറ്റി. അടുത്തത് നമുക്ക് കാണാം സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഓർ ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് ഡ്രൈവ്സ് യൂസ് EEPROM chips for data storage. Flash drives use EEPROM chips for data storage. Flash drives എല്ലാം ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി
ചിപ്സ് ആണ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫ്ലാഷ് മെമ്മറീസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ USB ഫ്ലാഷ് ഡ്രൈവ്. നമ്മൾ സാധാരണ പെൻ ഡ്രൈവ് എന്ന് പറയും. ഇതാണ് ഫ്ലാഷ് ഡ്രൈവിൻ്റെ USB ഫ്ലാഷ് ഡ്രൈവിൻ്റെ പിക്ചർ. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2GB to 32GB ആണ്. ഇതെല്ലാം എ ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്മോൾ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ് ആണിത്. അടുത്ത് നമുക്ക് കാണാം ഫ്ലാഷ് മെമ്മറി കാർഡ്സ്. ഫ്ലാഷ് മെമ്മറി കാർഡ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ഫ്ലാഷ് മെമ്മറി ആൻഡ് ഇറ്റ്സ് കപ്പാസിറ്റി ഈസ് 1GB to 32GB. ഇതാണ് ഫ്ലാഷ് മെമ്മറി കാർഡ്സിൻ്റെ പിക്ചർ. നമ്മളുടെ മൊബൈലെല്ലാം ഇതുപോലെ മെമ്മറി കാർഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ, അത് തന്നെയാണ്. ഇനി മെമ്മറി ഹൈറാർക്കി നമുക്ക് കാണാം. എങ്ങനെയാണ് മെമ്മറിനെ ഹൈറാർക്കിക്കലി എങ്ങനെയാണ് മെമ്മറി അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. ഏറ്റവും ഹ്യൂജ് കപ്പാസിറ്റി മെമ്മറികളിൽ ഏറ്റവും ഹ്യൂജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിനായിരിക്കും. അതിനുശേഷം റാം, അതിനുശേഷം ക്യാഷ് മെമ്മറി, ലാസ്റ്റ് രജിസ്റ്റേഴ്സ് ആണ് മെമ്മറി സൈസിൽ ഏറ്റവും വലിയ സൈസ്. അതിനുശേഷം റാം മെമ്മറിയുടെയാണ്. അതിനുശേഷം ക്യാഷ് മെമ്മറി, ഏറ്റവും ചെറുത് രജിസ്റ്റേഴ്സ്. അതേസമയം സ്പീഡിൻ്റെ കേസിൽ, അതായത് ഡേറ്റ നമ്മൾ ഈ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക. അതിനുശേഷം റാം, അതിനുശേഷം ക്യാഷ്. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് രജിസ്റ്റേഴ്സിൽ നിന്ന്. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്നാണ് പ്രോസസ്സറിന് ഏറ്റവും കൂടുതൽ സമയം ഡേറ്റ എടുക്കാനായിട്ട് ആവശ്യം വരാം. അതിനുശേഷം റാം, അതിനുശേഷം ക്യാഷ് ആൻഡ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സിൽ നിന്നാണ് വളരെ ഫാസ്റ്റായിട്ട് പ്രോസസ്സറിന് ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത നമുക്ക് മെമ്മറിയുടെ കമ്പാരിസൺസ് നോക്കാം. നമ്മളുടെ പല ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ്, സ്പീഡ്, കപ്പാസിറ്റി, റിലേറ്റീവ് കോസ്റ്റ് ആൻഡ് വോളറ്റൈൽ എന്നുള്ളൊരു ക്രൈറ്റീരിയാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് കപ്പാസിറ്റി ആദ്യം നമുക്ക് നോക്കാം. സ്റ്റോറേജ് കപ്പാസിറ്റി ഏറ്റവും കുറവ് രജിസ്റ്റേഴ്സിനാണ്. പിന്നെ കൂടുതൽ ക്യാഷ് മെമ്മറി, അതിനേക്കാൾ കൂടുതൽ റാം ഓർ റോം, ഏറ്റവും കൂടുതൽ ഹാർഡ് ഡിസ്ക്. അതേസമയം സ്പീഡ് എന്ന കാറ്റഗറിയിൽ വളരെ സ്പീഡിൽ നമുക്ക് ഡാറ്റ പ്രോസസ്സറിന് ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഫാസ്റ്റസ്റ്റ് ആണ് രജിസ്റ്റേഴ്സ്. പിന്നെ സ്പീഡ് എന്ന് പറയുന്നത് ക്യാഷിനാണ്, ക്യാഷ് മെമ്മറിക്കാണ് മോർ ഫാസ്റ്റ് എന്ന് നമ്മൾ പറയുന്നു. ദെൻ വെരി ഫാസ്റ്റ് റാം ഓർ റോം, ദെൻ മോഡറേറ്റ് ഹാർഡ് ഡിസ്ക്. ദെൻ കപ്പാസിറ്റി, ഡാറ്റ കപ്പാസിറ്റി കുറവ് ലോവസ്റ്റ് രജിസ്റ്റേഴ്സിനാണ്, ലോ ക്യാഷിനാണ്, ദെൻ മോഡറേറ്റ് എന്ന് പറയുന്ന റാം ഓർ റോം, ദെൻ വെരി ഹൈ കപ്പാസിറ്റി ആയിരിക്കും ഹാർഡ് ഡിസ്കിന്. ദെൻ കോസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രജിസ്റ്റേഴ്സിനാണ് ഏറ്റവും ഹയസ്റ്റ്, ഏറ്റവും വില രജിസ്റ്റേഴ്സിനാണ്. അതിനുശേഷം ക്യാഷ് മെമ്മറിക്കായിരിക്കും, പിന്നെ റാം ഓർ റോം, ദെൻ കമ്പയർഡ് ടു അതർ ഏറ്റവും വിലക്കുറവ് ഹാർഡ് ഡിസ്കിനാണ്. ദെൻ വോളറ്റൈൽ ആണോ നോൺ വോളറ്റൈൽ ആണോ? രജിസ്റ്റേഴ്സ് വോളറ്റൈൽ ആണ്, ക്യാഷ് മെമ്മറി വോളറ്റൈൽ ആണ്, റാം ഓർ റോം വോളറ്റൈൽ ആണ്, റാം വോളറ്റൈൽ ആണ്, റോം പക്ഷേ വോളറ്റൈൽ അല്ല കേട്ടോ. ദെൻ ഹാർഡ് ഡിസ്ക് നോൺ വോളറ്റൈൽ ആണ്, വോളറ്റൈൽ അല്ല. വോളറ്റൈൽ നമുക്കറിയാലോ, കമ്പ്യൂട്ടറിൻ്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ പറയുന്നത് വോളറ്റൈൽ.